മനസ്സാക്കി ഇട്ട് കൊടുക്കട്ടെ. ഫ്രഷ് ജോഡികളല്ലേ. ഹാപ്പി ബർത്ത്ഡേ. ഇടട്ടെ? ഓ ആയിക്കോട്ടെ. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. ഇത് വൈറലായോ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ 1 മില്യനാ? പഞ്ചാര പായസം ഉണ്ണുന്ന മടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. 80 കിലോമീറ്റർ സ്പീഡില് പറച്ചോനെ ഞങ്ങൾ കാത്തോളിന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. ആ പോക്ക് കണ്ട ഏത് പെണ്ണിനും പ്രേമം തോന്നി പോവും മോനെ. പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണു വെക്കും. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇവനാള് മോശമില്ലല്ലോ. ഇവന് തന്നെയാ പരിപാടി. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. പടച്ചോനെ, ഇവന്റെ സീറ്റാ വരച്ചത് എന്റെ തലേ വരച്ചിരുന്നെങ്കിൽ. ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞ എന്താ ഇപ്പൊ വെയിറ്റ്? പോരാത്തതിന് ഗൾഫ് പോണതിന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളല്ലേ മുരളി? ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ? അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പെണ്ണ് കെട്ടാത്ത ചുറിയുറുക്കള നല്ല ചെറുപ്പക്കാരെ ഡ്രൈവർമാരാക്കണത്. ഭാര്യയും മക്കളും ഉണ്ടോ? ആക്സിലേറ്റ് സമ്മതിച്ചാൽ കാലങ്ങോട്ട് സമ്മതിക്കൂല. സ്പേസില് പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ വായി നോക്കിയിട്ടുള്ളത് ആരെന്നറിയാവോ? അത് നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ കുഞ്ചാക്കോപനും ദിലീപിനും ഒന്നല്ല. നമ്മുടെ നാട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറൊക്കെയാണ്. കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബസ് കണ്ടക്ടറെ പ്രണയിക്കരുതെന്ന് ബസിന്റെ നിയമത്തിൽ എവിടെയും പറയുന്നില്ലല്ലോ. നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. കാരണം ഇവര് കുളിച്ച് കുറിയും തൊട്ട് വലതുകാലം വെച്ച് ബസ്സിലേക്ക് വരുന്ന കാണുമ്പോ തന്നെ അരവിന്ദസ്വാമി നിലവിളക്കം കത്തിച്ചു വരുന്നു. കല്യാണം നടക്കൂലെന്ന് വിചാരിച്ച നിനക്ക് ദൈവം നമ്പരാനായിട്ട് കൊണ്ടുവന്ന കൈ വിടരുത്. ഇതിലെങ്കിലും ഓക്കെ ആയാ മതിയായിരുന്ന മക്കളെ. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. 4-5 എഞ്ചിനീയറിംഗ് കോളേജുള്ള റൂട്ടാ. ഓ, കളക്ഷൻ എടുത്ത് അവൻ മരിക്കും തെണ്ടി. അവന്റെ ഒക്കെ ഒരു യോഗം. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്. ഈ കണ്ടക്ടറെ കണ്ടോ? ഞാൻ ബസ്സിൽ കയറിപ്പോ മുതല് ഇയാളെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. എന്ത് രസമായിട്ടാന്നറിയോ ആള് ജോലി ചെയ്യുന്നത്. എല്ലാരോടും ചിരിച്ച് എനിക്കൊക്കെ പാട്ടൊക്കെ പാടി ആ ടിക്കറ്റ് തന്നെ. അപ്പന്റെ ഇത് കണ്ട ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഷോ, ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. എന്താട്ടാ നീ കളിക്കാണ്? അധികം തപ്പണ്ട. നീ ഗവിയിലെ കുട്ടിയാണ്, നാട്ടുകാർ തപ്പും. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.